നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേട്ടായി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കില്ല. യെസ്, അവിടെയും സുന്ദരി കൃഷ്ണമാമയെ ഒഴിവാക്കി നിർത്തി. വേണമെങ്കിൽ അപ്പൊ കൃഷ്ണമാമ ചെയ്തേക്കാം അല്ലേ? സ്വന്തം മകളെ ഉപദ്രവിക്കാൻ നോക്കിയ രണ്ടുപേർ, മകളെക്കാൾ സ്നേഹിക്കുന്ന സുന്ദരിയെ നിരന്തരം ദ്രോഹിക്കുന്ന രണ്ടുപേർ. കൃഷ്ണനങ്കിളാണെങ്കിലോ കുടുംബത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുന്നൊരു മനുഷ്യൻ. എല്ലാം കൂടി ചേർത്ത് വായിച്ചാൽ ഒരു സാധ്യത ഇല്ലാതില്ല. എന്നാലും കൃഷ്ണമാമ അങ്ങനെ ചെയ്യൂ? സാധ്യത, അതാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരന്റെ സ്വഭാവം സുന്ദരിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. കുടുംബത്തിലുള്ളവർക്ക് വേദനിച്ചാൽ പിന്നെ കീഴ്മേൽ നോക്കില്ല. അതേത് ക്രിസ്റ്റി ആയാലും ഡയാന ആയാലും. എന്റെ സംശയം നിൽക്കുന്നത് കൃഷ്ണമാമയിൽ തന്നെയാ. ശ്രീദേവി, ഞാൻ ഇറങ്ങോണേ. ചിലപ്പോ വൈകിട്ടേ തിരിച്ചെത്തുള്ളൂ. കേട്ട് കാണുവോ ആവോ? എന്തെങ്കിലും ആവട്ടെ. ഉച്ചയ്ക്ക് കാണാതാവുമ്പോ വിളിച്ചോളൂ. സുന്ദരി മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. മോൾ ഇപ്പൊ ഈ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു വിശേഷവും ഇല്ലാതെ സുന്ദരി മേഡം എന്നെ വിളിക്കില്ലെന്ന് അറിയാം. അതുകൊണ്ട് പറഞ്ഞതാ. എന്നാ പറ, എന്താ വിശേഷം? അത് ആ ഡയാനയും ക്രിസ്റ്റിയില്ലേ, അതില് ഡയാന വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിട്ട് പോയി കൃഷ്ണമാമ. എന്ത്? വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്നോ? അത് കൊള്ളാലോ. എന്നിട്ട് നീ തിരിച്ചൊന്നും ചെയ്തില്ലേ? അത് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഇതിപ്പോ മാലിന്യോ മറ്റോ പറഞ്ഞ് കൃഷ്ണമാമ ഇതറിഞ്ഞിട്ട് എന്നെ വിളിച്ച് ദേഷ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഞാനങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ.